ബി.ജെ.പി. ഭരിക്കുന്ന ഒഡീഷയിൽ ആചാരങ്ങൾ ലംഘിച്ച് വിവാഹം ചെയ്തു എന്നാരോപിച്ച് ദമ്പതികളെ നുകത്തിൽ കെട്ടി നിലമുഴുതിപ്പിച്ചു. ചാട്ടവാറിനടിച്ചു. ദമ്പതികളെ നാടുകടത്തി. ഞെട്ടിക്കുന്ന ക്രൂരതയുടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ കേസെടുക്കുകയാൻ നിർബന്ധിതമായി ഒഡീഷ പോലീസ്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നു. വിഷ്ണു, ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുമ്പോൾ വളരെ ക്രൂരമാണ്. ഇതിന് സമാനമായി കഴിഞ്ഞ ദിവസം ദാരിദ്ര്യത്തിൽ കർഷകർ ഈ നുകമുഴുതുന്ന കാഴ്ചയും ഉത്തരേന്ത്യയിൽ നിന്ന് എത്തിയതാണ്. ഇപ്പോഴിതാ ഇത്തരത്തിലൊരു ദുരഭിമാന അല്ലെങ്കിൽ ആചാരങ്ങളുടെ പേരിലുള്ള ഒരു ആക്രമണം. ആ ദൃശ്യങ്ങൾ നോക്കൂ. വിവരങ്ങളിലേക്ക് പോയാൽ വിഷ്ണു. അജിംഷാദ്, തീർച്ചയായിട്ടും ഒരുപക്ഷെ നമ്മളെയൊക്കെ തന്നെ നാണിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ബി ജെ പി ഭരണത്തിലുള്ള ഒരു സംസ്ഥാനമാണ് ഒഡീഷ. അവിടെയാണ് ഇത്തരത്തിൽ ആചാരങ്ങളുടെ പേരിൽ നവദമ്പതികൾക്ക് വലിയ ഒരു ക്രൂര പീഡനം തന്നെ നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഇത് ഒഡീഷയിലെ റായ്ഗഡിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം അരങ്ങേറുന്നത്. അതായത് ഒരേ കുടുംബത്തിൽപ്പെട്ട രണ്ടുപേർ, ഇവർ വളരെ കാലമായി പ്രണയത്തിലായിരുന്നു. അതിനുശേഷം വിവാഹം കഴിക്കുന്നു. ഇവർ വിവാഹം കഴിച്ചത് വലിയ ആചാര ലംഘനമാണ്. അതോടൊപ്പം തന്നെ പരമ്പരാഗതമായി തുടർന്നു വരുന്ന രീതിക്കും ലംഘനമാണ് എന്നതാണ് ഇവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവരെ പരസ്യ വിചാരണ നടത്തുകയും നാട്ടുകൂട്ടം ഇവർക്ക് വലിയ തലത്തിൽ ശിക്ഷ വിധിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഒരു കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ള രണ്ടുപേർ വിവാഹം കഴിക്കരുത് എന്നതാണ് ഇവർ പിന്തുടർന്നു വരുന്ന ആചാരം. അതടക്കം ലംഘിച്ചു എന്ന് പറഞ്ഞാണ് വലിയ തലത്തിൽ ക്രൂരമായി തന്നെ ഇവർക്ക് ശിക്ഷ വിധിക്കുന്നത്. ഇത് ശുദ്ധികലശത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് രണ്ടുപേരെയും നുകത്തിൽ കെട്ടി നിലം ഉഴുതുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അതിനുശേഷം രണ്ടുപേരെയും ചാട്ടവാറിനടിച്ച് നാട് കടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിനു പുറമെ ഇവരുടെ കുടുംബത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഇതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തലത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും വലിയ തലത്തിൽ വിമർശനം, പ്രത്യേകിച്ച് ബി.ജെ.പി. സർക്കാരിനെതിരെ അടക്കം വിമർശനം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് സംഭവത്തിൽ ഇടപെടാൻ തയ്യാറായിരിക്കുന്നത്. പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും അന്വേഷണം ആരംഭിച്ചു എന്നതുമാണ് അറിയിച്ചിരിക്കുന്നത്. SP സ്വാതികുമാർ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് അന്വേഷണം നടത്തി നടപടി എടുക്കും എന്ന് തന്നെയാണ്. പക്ഷേ അത്തരത്തിൽ പോലീസ് ഇടപെടൽ ഉണ്ടാകുമ്പോൾ പോലും ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ആചാരങ്ങളുടെ പേരിൽ ഇത്തരം ആവശ്യമില്ലാത്ത ആചാരങ്ങളുടെ പേരിൽ വലിയ തലത്തിൽ സാധാരണക്കാർക്ക് ഇത്തരത്തിൽ പീഡനം മർദ്ദനമൊക്കെ ഏൽക്കേണ്ടി വരുന്നു എന്നതാണ് അജിംഷാദ്. ഇന്നലെ തന്നെ ഇതുമായി ബന്ധമില്ലെങ്കിൽ പോലും കൂട്ടിവെക്കാവുന്നതാണ്. ഇന്നലെ തന്നെ RSSൻ്റെ അധീനതയിലുള്ള വിദ്യാലയങ്ങളിൽ പാദപൂജ നടത്തിയത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നല്ലോ. ഇത്തരത്തിലുള്ള ഒരു ആചാരങ്ങൾ അത് എവിടെ നിന്നാണ് വരുന്നത്, ഇത്തരത്തിലുള്ള ഒരു ദുരാചാരങ്ങൾ എത്തുന്നത് എന്നത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പശ്ചാത്തലത്തിൽ. പ്രത്യേകിച്ച് ഒഡീഷ ഭരിക്കുന്നതും BJP ആണ്. അജിംഷാദ്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യുന്ന തലത്തിലേക്ക് പോകുന്നത്. ഇതൊക്കെ തന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ ആചാരങ്ങൾ അല്ലെങ്കിൽ ദുരാചാരങ്ങൾ അവർ പിന്തുടരുന്ന സാഹചര്യമുള്ളത്. ഇതുപോലും ഈ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നത് ആചാരത്തിന് ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നവദമ്പതികളെ നുകത്തിൽ കെട്ടി നിലമുഴുന്ന ഒരു ശിക്ഷാവിധി അവർക്ക് നൽകുന്നത്. അതോടൊപ്പം ചാട്ടവാറിനടിച്ച് നാട് കടത്തുന്ന ഒരു സാഹചര്യം പോലും ഇവിടെ ഇവർക്ക് നേരിടേണ്ടി വരുന്നു. ഇതൊക്കെ തന്നെയാണ് കൃത്യമായിട്ടുള്ള ഇടപെടൽ, സാമൂഹിക പരിഷ്കരണം ഇല്ലാതെ പോകുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും പിന്തുടരുന്നത്. അജിംഷാദ്.